ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കാരുണ്യ വഴി ശുശ്രൂഷയുടെ 38-ാം ദിവസത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. കർത്താവിൻ്റെ തിരുവുത്ഥാനത്തെ നമ്മൾ ധ്യാനിച്ചു. ആ തിരുവുത്ഥാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് രണ്ട് ചിന്തകളെയാണ് നമ്മൾ ഇന്നും നാളെയുമൊക്കെ ആയിട്ട് ചിന്തിച്ച് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞ ഒരുപാട് വാക്യങ്ങളിൽ നമുക്ക് ഏറ്റവും ആശ്വാസം ഫീൽ ചെയ്യുന്ന ഒരു വാക്യം, കരയണ്ട, കരയണ്ട, നീ എന്തിനാ കരയുന്നേ, കരയാതിരിക്കുക എന്നതല്ലേ. മഗ്ദലന മറിയത്തോട് ഈശോ ഉയർപ്പിന് ശേഷം പറയുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം എടുക്കാം. നമ്മളിന്ന് നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. എന്ന് ആദ്യത്തെ ആമുഖം ഒഴിവാക്കിയിട്ട് നേരെ വിഷയത്തിലേക്ക് കടന്നു. യോഹന്നാൻ 20:13 ബൈബിൾ എടുത്ത് വായിക്കാം. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അത് ദൂതരുടെ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യമാണ്. ഇനിയും ഈശോ ചോദിക്കുന്ന ഭാഗം 15-ാം വാക്യം, യോഹന്നാൻ 20:15. ഈശോ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? എന്താ അതിൻ്റെ അർത്ഥം? കരയാതിരിക്കുക, ഡോണ്ട് ക്രൈ, സങ്കടപ്പെടാതിരിക്കുക. ബൈബിളിൽ വേറെ എവിടെയെങ്കിലും ഈശോ ഇങ്ങനെ സുവിശേഷത്തിൽ പറയുന്നുണ്ടോ കരയാതിരിക്കുക, കരയണ്ട എന്ന്? ഉണ്ട്. ലൂക്കായുടെ സുവിശേഷം എടുക്കാം, ബൈബിൾ എടുക്കാം. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യം. ലൂക്കാ സുവിശേഷം 7:13. അവിടെ നമ്മൾ വായിക്കുന്നത് നായിനിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്ന ആ ഭാഗമാണ്. ലൂക്കാ 7:13. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയണ്ട. ഈ രണ്ട് ഭാഗത്താണ് കർത്താവ് പ്രധാനമായിട്ടും കരയാതിരിക്കുക എന്ന കാര്യം പറയുന്നത്. കരയാതിരിക്കുക, സങ്കടപ്പെടാതിരിക്കുക. ഈ രണ്ടെണ്ണത്തിൻ്റെയും കോണ്ടെക്സ്റ്റ് കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ രണ്ടാണ്. അത് മനസ്സിലാക്കണം. ഈ കാരുണ്യ വഴിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, എനിക്കറിയാം, വലിയ സങ്കടത്തോടെയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചിലർ സങ്കടങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ, അവരുടെ ആവലാതികൾ ഷെയർ ചെയ്യുമ്പോൾ ശരിക്കും എനിക്കും സങ്കടം വന്നു പോകും. നമുക്കും അങ്ങ് കണ്ണ് നിറഞ്ഞു പോകും ഇവരുടെ സങ്കടം കേൾക്കുമ്പോൾ. എൻ്റെ ഈശോയെ എന്ന് ഉള്ളിൽ നിന്ന് വിളിച്ചു പോകും. ഒരുപാട് സങ്കടങ്ങൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളെ തേടി വരുന്നുണ്ട്. ചിലതൊക്കെ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. അതല്ലേ ഈ കണ്ണു നിറഞ്ഞ് ഒഴുകുന്നത്. ഇപ്പം നമുക്ക് വിൽ പവറൊക്കെ ഉണ്ടെങ്കിലും, നമ്മൾ പിടിച്ചു നിൽക്കുമെങ്കിലും കണ്ണ് നിറഞ്ഞു പോകും. അതങ്ങനെയാണ്. അത് ചില സഹനങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇഞ്ചക്ഷൻ എടുത്തു, നമുക്ക് വേദന പിടിച്ച് നിൽക്കുന്നു, പക്ഷെ എന്നാലും നമ്മൾ ചിലപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു പോകും. അത്തരം സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഈ പ്രാർത്ഥനയിൽ മനസ്സറിഞ്ഞ് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ആശ്വാസത്തിൻ്റെ ദൂതാണ്, സന്ദേശമാണ് ഇന്നത്തെ കാരുണ്യ വഴി. കരയാതിരിക്കുക, കരയണ്ട. രണ്ട് കോണ്ടെക്സ്റ്റിൽ. ഒന്ന്, നായിനിലെ വിധവയെ ആശ്വസിപ്പിക്കുമ്പോൾ ഈശോ പറയുന്നു കരയണ്ട. ഇപ്പുറത്ത് മഗ്ദലന മറിയത്തോട് പറയുന്നു കരയണ്ട. നിങ്ങൾ ഈ സങ്കടപ്പെട്ടിരിക്കുന്നവർ, ഏതിനകത്തെങ്കിലും ഒന്ന് നിങ്ങളെ ബാധിക്കും, നിങ്ങൾക്കത് ആശ്വാസമാകും. നായിനിലെ വിധവയോട് പറയുന്നു കരയണ്ട. എന്തുകൊണ്ട്? ഒന്നും അവസാനിച്ചിട്ടില്ല. ശ്രദ്ധിച്ചേ, കരയണ്ട, ഒന്നും അവസാനിച്ചിട്ടില്ല. എല്ലാം കഴിഞ്ഞു, തീർന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവർക്കുള്ള ദൂതാണത്. കരയാതിരിക്കുക, എല്ലാം അവസാനിച്ചിട്ടില്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. വീണ്ടും ഒരു തളിരെടുക്കുന്നുണ്ട്, വീണ്ടും ഒരു ജീവൻ സ്പ്രൗട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. ദർ ഇസ് എ ചാൻസ്, ഒരു അവസരം വരികയാണ്. അതുകൊണ്ട് കരയാതിരിക്കുക. എന്നെ കേൾക്കുന്ന എത്രയോ പേര് കഴിഞ്ഞച്ച എല്ലാം തീർന്നു, ഇനി പ്രതീക്ഷിക്കാൻ വകയൊന്നും ബാക്കിയില്ല, എല്ലാം തരിപ്പണമായി എന്ന് ചിന്തിച്ചിരിപ്പില്ലേ? നിങ്ങളോട് ഞാൻ പറയട്ടെ, നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോഴാണ് എല്ലാം അവസാനിച്ചിരിക്കുന്നത്. നായിനിലെ വിധവയ്ക്ക് എല്ലാം അവസാനിച്ചിരുന്നു. കാരണം പുത്രൻ്റെ ശവമഞ്ചത്തിൻ്റെ കീഴെയാണ് അവൾ നിൽക്കുന്നത്. പുത്രൻ്റെ ശവമഞ്ചത്തിൻ്റെ കീഴിരിക്കുന്ന അവളോട് നമുക്ക് പറയാൻ പറ്റുമോ എല്ലാം കഴിഞ്ഞിട്ടില്ല കേട്ടോ? അത് പറയാൻ ഒരാൾക്കേ പറ്റൂ, ദൈവത്തിന്. എല്ലാം അവസാനിച്ചിട്ടില്ല എന്ന് ഉറപ്പുള്ളവന് അവൻ പറയുന്നു കരയണ്ട, നീ കാണും, നീ ഇനിയും അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കാണും. അപ്പോൾ ഒന്നാമത്, നായിനിലെ വിധവയോട് പറയുന്ന കരയേണ്ട അർത്ഥം എന്താ? ഒന്നും അവസാനിച്ചിട്ടില്ല. ഇപ്പുറത്ത് മഗ്ദലന മറിയത്തോട് പറയുന്നത്, നീ കരയാതിരിക്കടി കൊച്ചേ,
അവിടെ പറയുന്നത് എന്തായിരിക്കും? എല്ലാം കഴിഞ്ഞടി. മഗ്ദലന മറിയം ഈ കരയുന്നത് കുറച്ച് ദിവസമായിട്ട് വിങ്ങുക, കുറച്ച് ദിവസമായിട്ട് കടന്ന് ഉള്ളു വിങ്ങുക. അത്ര സുഖമുള്ള കാഴ്ചയല്ല കൺമുമ്പിൽ കണ്ടതേ. തൻ്റെ പ്രിയ ഗുരുനാഥൻ ദൈവപുത്രനെന്ന് അവൾ തിരിച്ചറിഞ്ഞ് ഏറ്റു പറയുന്നവൻ. അതുകൊണ്ടാണല്ലോ അവളുടെ അനുതാപത്തിൻ്റെ കണ്ണീര് ഒഴുക്കി പ്രാർത്ഥിക്കുന്നത്. തിരിച്ചറിഞ്ഞവൻ ദേ പാടുപീഡകൾക്ക് വിധേയനാകുന്നു. സഹിക്കാൻ പറ്റുന്നില്ല മഗ്ദലന മറിയത്തിന്. അവൻ കുരിശേൽ പെടുമരണത്തിന് വിധേയപ്പെടുന്നു. കുരിശിൻ്റെ ചുവട്ടിൽ അവൾ ഇങ്ങനെ കല്ലുപോലെ നിന്നു. സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ സഹനത്തിൻ്റെ ഓരോ താളും മറിച്ച് മറിച്ച് വന്നവളാ. അവളുടെ അടുത്ത് കർത്താവ് പറയുന്നു, കരയാതിരിക്ക്. എന്തുകൊണ്ട്? എല്ലാം കഴിഞ്ഞു, അവസാനിച്ചു. ആ ചാപ്റ്റർ ദാറ്റ് ഈസ് ക്ലോസ്ഡ്, തീർന്നു. ഇപ്പം പണ്ടൊക്കെ നമ്മളെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ, കൊച്ചുനാളിലേ, ഇപ്പോൾ അല്ലേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ നേഴ്സുമാർ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കും. നമുക്കിഷ്ടമല്ല ഇത്. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് അപ്പം നമ്മളിങ്ങനെ വാകീറി കരയും. ഇഞ്ചക്ഷൻ ഈ സാധനം കാണുമ്പോൾ തന്നെ, സിറിഞ്ച് കാണുമ്പോൾ തന്നെ കരച്ചിൽ തുടങ്ങും. കരച്ചിൽ. ഇത് കുത്തുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കിടുക്കിക്കൊണ്ട് കരയും. ഇത് കഴിയുമ്പോൾ ഈ നേഴ്സിൻ്റെ ഒരു ആശ്വാസമുണ്ട്. എന്ത് പറഞ്ഞുകൊണ്ടാണ്? നമ്മൾ തട്ടിയിട്ട് പറയും, കഴിഞ്ഞു, എല്ലാം തീർന്നു, കഴിഞ്ഞു. അതുപോലെയാണ് ഈശോ പറയുന്നത്, എടി കഴിഞ്ഞടി, തീർന്നടി. ഇനി മഹത്വത്തിൻ്റെ സമയമാണ്, ഇനി ഉത്ഥാനത്തിൻ്റെ കാലമാണ്. ഇനി നീ കൺമുമ്പിൽ മഹത്വം കാണും. അതുകൊണ്ട് കുറേയധികം പേരോട് സങ്കടപ്പെടുന്നവരോട് കർത്താവ് പറയുന്നത് ഈ രീതിയിലാണ്. കഴിഞ്ഞത്, ആ ഏട് കഴിഞ്ഞു, ജീവിതത്തിൻ്റെ ആ ഘട്ടം കഴിഞ്ഞു. അടുത്ത ഘട്ടം വരികയാണ്. വി ആർ ഈസ്റ്റർ പീപ്പിൾ. നമ്മൾ ഉയർത്തെഴുന്നേറ്റവൻ്റെ സമൂഹമാണ്. ഉയർത്തെഴുന്നേറ്റവൻ്റെ സമൂഹം കരയരുത്. മരണത്തെയും രോഗത്തെയും പിശാചിനെയും തിന്മയെ ലോകത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റവൻ്റെ മക്കൾ കരയരുത്. കരഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? എന്തുകൊണ്ട് കരയരുതെന്ന് പറയുന്നത്? കരയുമ്പോൾ കണ്ണുകളിൽ കണ്ണുനീര് നിറഞ്ഞിരിക്കുകയാ. ഈ കണ്ണുനീര് നമ്മുടെ കാഴ്ചയ്ക്ക് തടസ്സമാണ്. ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് പ്രത്യാശയുടെ ആ കാഴ്ച കാണാൻ പറ്റാതെ പോകുന്നതിൻ്റെ കാരണം കണ്ണു നിറഞ്ഞിരിക്കുകയാ. നമ്മുടെ സങ്കടങ്ങളെ ഓർത്ത്, കടന്നു വന്ന കാൽവരി വഴികളെ ഓർത്ത് കണ്ണു നിറഞ്ഞിരിക്കുന്നവരോട് ഈശോ പറയുന്നത്, കരയാതിരിക്ക്, നീ ആ കണ്ണ് തുടയ്ക്കുമ്പോൾ നീ കാണും ഉയർത്തെഴുന്നേറ്റവൻ മുമ്പിൽ നിൽക്കുന്നു. വി ആർ ഈസ്റ്റർ പീപ്പിൾ. നമ്മൾ ഉയർത്തെഴുന്നേറ്റവൻ്റെ സമൂഹമാണ്. നമ്മൾ ഇനി കരയരുത്. കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെ വാക്കാണ് വെളിപാട് പുസ്തകം 21 അധ്യായം 4 വാക്യം. ഇതിനോട് ചേർന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. വെളിപാട് പുസ്തകം 21 അധ്യായം 4 വാക്യം. അതിങ്ങനെയാണ്: അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. അതാ ഞാൻ പറഞ്ഞത്. മഗ്ദലന മറിയത്തോട് ഈശോ പറയുകയാണ്, എൻ്റെ കൊച്ചെ, നീ കരയാതിരിക്കുക, അത് കഴിഞ്ഞടി, അത് കഴിഞ്ഞു. അത് ഇരുട്ടിൻ്റെ ദിവസമായിരുന്നു, കഴിഞ്ഞു. അത് പുതിയ ദിവസം വരുന്നു, പഴയതെല്ലാം കടന്നുപോയി. വെളിപാട് 21:4. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. നമ്മുടെ ജീവിതങ്ങളിലും കാരുണ്യ വഴി കൂടുന്നവരുടെ ജീവിതത്തിലും ഈ വാക്കുകൾ അന്വർത്ഥമാകട്ടെ. പഴയതൊക്കെ കടന്നു പോകട്ടെ. കണ്ണീരിൻ്റെ ആ കാലം കടന്നു പോകട്ടെ. ഇനിയൊരു പുതിയ കാലം, ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പരസ്പരം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സങ്കീർത്തനം 30:5 അവിടെ നമ്മൾ വായിക്കുന്നത് 30-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം: രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം. ഇപ്പം നീ കരയുകയാണോ? ഇതാ വിലാപത്തിൻ്റെ രാത്രിയാണ്, തിരിച്ചറിയുക. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. സൂര്യൻ വീണ്ടും ഉദിക്കും. നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീര് മാഞ്ഞിട്ട് വെളിച്ചം കണ്ണുകളിലെത്തും. ചുണ്ടിൽ പുഞ്ചിരി വിരിയും. പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. അപ്പോൾ ഇന്നത്തെ കാരുണ്യ വഴിയുടെ ആദ്യത്തെ സന്ദേശം, കരയാതിരിക്കുക. എന്തുകൊണ്ട്? കരയുമ്പോൾ കണ്ണു നിറഞ്ഞിരിക്കുമ്പോൾ നമുക്കറിയാൻ മേലേ, കണ്ണു നിറഞ്ഞിരിക്കുമ്പോൾ ആകെപ്പാട്ടൊരു ബ്ലർ ഫീൽ അല്ലേ, ഒന്നും കാണാൻ പറ്റില്ല. കണ്ണ് തുടയ്ക്ക്, നീ കാണും കർത്താവിനെ കൺമുമ്പിൽ. പ്രതീക്ഷയോടെ നോക്കണം.
ഈ കരയാതിരിക്കുക എന്നതിനോട് ചേർന്നൊരു കാര്യമാണ് ഭയപ്പെടാതിരിക്കുക. 2 ഇമ്പരറ്റീവാണ് കർത്താവ് പറഞ്ഞു തരുന്ന 2 ഇമ്പരറ്റീവ്. ഒന്ന്, ഡോണ്ട് ക്രൈ. 2, ഡോണ്ട് ബി അഫ്രൈഡ്, ഡോണ്ട് ഫിയർ. ഭയപ്പെടാതിരിക്കുക, ഭയപ്പെടാതിരിക്കുക. നമുക്കിനി ഭയം വേണ്ട. ഒരുപാട് ഭയങ്ങളുടെ നടുക്ക് കടന്ന് നമ്മളങ്ങ് പാടുപെടുകയാണ്. ഞാൻ കുറേ ബൈബിൾ വാക്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഭയപ്പെടാതിരിക്കുക. അത് മുഴുവൻ ഞാൻ വായിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല, അത് സമയമെടുക്കും. അതുകൊണ്ട് ഞാനിത് പെട്ടെന്ന് വായിച്ച് തരുന്നത് പറ്റുമെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ കുറിച്ചിടുക. ഒരുപാട് പേടിച്ച് ജീവിക്കുന്നവരുണ്ട്. എങ്ങനെയാകും, എന്താകും, ശരിയാകുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ജീവിച്ചിരിക്കുന്നവർ, ഇങ്ങനെ പ്രാർത്ഥിച്ചും പരിഭവമായിട്ടിരിക്കുന്നവർ ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കണം ഈ കാര്യങ്ങൾ. അൽ തിറ എന്നാണ് ഹീബ്രുവിൽ പറയുന്നത്. അൽ തിറ, ഡോണ്ട് ഫിയർ. ഞാൻ ഓർക്കുന്നു, ഈ കോവിഡ് കാലത്ത് ഒരുപാട് ഭയങ്ങളിൽ മനുഷ്യർ ഇങ്ങനെ വ്യാപരിച്ചൊരു കാലത്ത്, ആ കാലത്ത് ഞാൻ ചെയ്ത ചെറിയ ശുശ്രൂഷയായിരുന്നു. വെറുതെ വാട്സാപ്പിൽ കൂടെ ഓഡിയോ ആയിട്ട് അൽ തിറ എന്ന് പറയുന്ന കുറേ ഓഡിയോ മെസ്സേജസ് എല്ലാ ദിവസവും ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഭയപ്പെടാതിരിക്കുക. ഈ രസമുള്ള കാര്യം പറയട്ടെ, ബൈബിളിൽ ഭയപ്പെടാതിരിക്കുക എന്ന വാക്ക്, ഭയപ്പെടേണ്ട എന്ന വാക്ക് എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ടെന്നറിയാവോ ബൈബിളിൽ? അതൊരു രസമുള്ള സംഖ്യയാണ്. 365 പ്രാവശ്യം ആവർത്തിക്കുന്ന വാക്കാണ് ഭയപ്പെടാതിരിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 365 നമുക്കുള്ള ധ്യാനമാണിത്. വർഷം മുഴുവൻ കർത്താവ് പറയുന്നു ഭയപ്പെടാതിരിക്കുക. 365 ദിവസമുള്ളൊരാണ്ടിലേക്ക് ഓരോ ദിവസവും കർത്താവ് പറയുന്ന വാക്കാണ് ഭയപ്പെടാതിരിക്കുക. നമുക്ക് ഈ വാക്കുകളൊക്കെ ഒന്ന് കുറിച്ചിടാം, ഈ വാക്യങ്ങൾ. ജോഷുവ 1:9, ജോഷുവ 1:9 ഭയപ്പെടാതിരിക്കുക. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. 1-2 വായിച്ച് കേൾപ്പിക്കാം. ജോഷുവ 1:9 ഇങ്ങനെയാണ്: ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? എന്താ അതിൻ്റെ കാരണം? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ ജനമേ, കർത്താവിൻ്റെ ജനമേ, ഭയപ്പെടാതിരിക്കുക. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഉയർത്തെഴുന്നേറ്റവൻ, മരണത്തെ പരാജയപ്പെടുത്തി കല്ലറ പിളർന്ന് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവ്, ഇനി എന്നെന്നും ജീവിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഭയപ്പെടാതിരിക്കുക. നിയമാവർത്തനം 31:6 ഇത് കുറിച്ചിട്ടാൽ മതി. നിയമാവർത്തനം 31:6, സങ്കീർത്തനം 34:4-5, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ ആ 40-41 ആ ഭാഗത്ത് കുറച്ചധികം വാക്യങ്ങളുണ്ട്. അത് നമുക്ക് വേഗം ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 13-ാം വാക്യം: നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് ഇങ്ങോട്ട് വന്നിട്ട് കയ്യെ പിടിച്ചിട്ട് പറയുക, നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുക, ഞാനാ പറയുന്നത്, ഭയപ്പെടേണ്ട. അതൊന്ന് കേൾക്കണം. അത്ര ഒരു വിശ്വാസം ഉണ്ടാകട്ടെ. കർത്താവ് പറയുന്നു ഭയപ്പെടേണ്ട. യെശയ്യാ 43:1 നമുക്കൊക്കെ അറിയാവുന്ന ബൈബിൾ വാക്യമല്ലേ? ഇങ്ങനത്തെ കുറച്ച് ബൈബിൾ വാക്യങ്ങൾ പഠിക്കണേ. ഞാനും ഇടയ്ക്ക് പറയും ഇങ്ങനെ, ചില ഓരോന്നിനുമുള്ള ബൈബിൾ വാക്യങ്ങൾ പഠിച്ചു വെക്കരുത്, അല്ലാതെ ബൈബിളിനെ മുഴുവനായിട്ട് അങ്ങനെ പറയാറുണ്ട്. അത് അതിൻ്റെ അങ്ങേ അറ്റം വരെ എത്തുന്ന കാണുമ്പോഴാണ് അങ്ങനെ പറയാറുള്ളത്. പക്ഷേ ഇത് ഒരു ആശ്വാസത്തിൻ്റെ വാക്കാണ്. കർത്താവിൻ്റെ ബലം നമുക്ക് ലഭിക്കുകയാണ്. യെശയ്യാ 43:1 യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലേ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ രക്ഷിച്ചിരിക്കുന്നു, എൻ്റെ പേര് വിളിച്ച് നീ എൻ്റേതാണ്. യെശയ്യാ 43:1 പഠിച്ച് മനസ്സിലാക്കി കൊണ്ട് നടക്കേണ്ട ബൈബിൾ ഭാഗമാണ്. ഈ വാക്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. ഇനിയും യെശയ്യാ 41:10, യെശയ്യാ 41:10 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ജോഷുവ 8:1, ഉൽപ്പത്തി 50:21, ജെറമ്യ 46:27, വിലാപങ്ങൾ 3:57, ജോയേൽ 2:21 ഈ ഭാഗങ്ങളൊക്കെ ആഗ്രഹവും താല്പര്യവുമുള്ളവർ അടയാളപ്പെടുത്തി വായിച്ച് പ്രാർത്ഥിക്കുക. ഇന്നത്തെ കാരുണ്യ വഴിയിൽ നമുക്കുള്ള സന്ദേശം ലളിതമായിരുന്നു. ഇത്രയേ ഉള്ളൂ. 2 ഇമ്പരറ്റീവ്സ്, 2 ആഹ്വാനങ്ങൾ കർത്താവിൽ നിന്ന് വരികയാണ്. 2 ആഹ്വാനങ്ങൾ. ഒന്നാമത്തത്, കാരുണ്യ വഴി ഈ 38 ദിവസങ്ങൾ കൂടിയ ജനമേ, കർത്താവിൻ്റെ സമൂഹമേ, നിങ്ങളോടുള്ള കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെ, പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ, സാന്ത്വനത്തിൻ്റെ വാക്ക്, ഫസ്റ്റ് വേർഡ്, ഡോണ്ട് ക്രൈ, കരയാതിരിക്കുക. ഇനി നമ്മൾ കരയരുത്, കണ്ണു തുടയ്ക്ക്. 2, ഭയപ്പെടാതിരിക്കുക, കർത്താവ് കൂടെയുണ്ട്. കരയാതിരിക്കുക, കർത്താവ് അധിപനാണ് എല്ലാത്തിൻ്റെയും. ഭയപ്പെടാതിരിക്കുക, ആ അധിപനായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഈ വിചാരത്തോടെ പ്രാർത്ഥിക്കണേ. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പ്രാക്ടിക്കൽ ഹോംവർക്ക്
നിങ്ങളുടെ സങ്കടങ്ങളെ ഒരു പേപ്പറിൽ എഴുതി വെക്കാവോ? കരയാൻ കാരണമാകുന്ന കാരണങ്ങളെ എഴുതി വെക്കാവോ? എഴുതി വെച്ചു, നമുക്ക് ആവശ്യം വരും. മറ്റന്നാളത്തെ ആരാധനയിൽ, 40-ാം നാളിൻ്റെ ആരാധനയിൽ ആ പേപ്പർ വെച്ച് പ്രാർത്ഥിക്കണം. അതോടുകൂടി ആ കണ്ണീര് മാറണം. കരയുന്ന, നമ്മുടെ കണ്ണു നിറയ്ക്കുന്ന കാരണങ്ങളില്ലേ, എഴുതി വയ്ക്കുക. 2, നമ്മുടെ ഭയങ്ങളില്ലേ, നമ്മുടെ ഒരുപാട് ഫിയർ ഫാക്ടേഴ്സ് ഇല്ലേ, അത് കുറിച്ച് വെക്ക്. ഈ 2 കാര്യങ്ങൾ ഇന്നേ പറഞ്ഞു വെക്കുന്നത്, സമയമുണ്ട്. ഇന്നും നാളെയുമൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ആ സങ്കടത്തിൻ്റെ കാരണങ്ങളെ, ഭയത്തിൻ്റെ കാരണങ്ങളെ എഴുതി മറ്റന്നാളത്തെ ആരാധനയിൽ, മറ്റന്നാൾ നമ്മൾ സമയമെടുത്ത് ഈശോയെ ആരാധിക്കും. ആരാധനയിൽ ആ പേപ്പർ തുണ്ടുമായിട്ട് വേണേ ഈശോയെ ആരാധിക്കാൻ. കർത്താവിൻ്റെ സൗഖ്യം, ആശ്വാസം നമ്മൾ അനുഭവിക്കും. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. കരയാൻ കാരണമായ സങ്കടത്തിൻ്റെ കാരണങ്ങളെയും ഭയത്തിൻ്റെ കാരണങ്ങളെയും ഒരു പേപ്പറിൽ എഴുതി വെച്ച് 40-ാം ദിവസത്തെ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ബലഹീനതയിലും ശക്തിയാ കാലിടറുമ്പോൾ താങ്ങായി, ബലഹീനതയിലും ശക്തിയായി, ഇരുളിൻ താഴ്വരയിൽ വെളിച്ചമായി, തളരുമ്പോൾ നീയല്ലാതെ മറ്റാരുമില്ല. യേശുവേ രക്ഷകാ, നീ എൻ സർവസ്വവും നാഥാ. യേശുവേ രക്ഷകാ, നീ എൻ സർവസ്വവും നാഥാ. എന്നാശ്രയം നീ, എന്നാലംബം നീ, എന്നഭയവും നീയല്ലോ. എന്നാനന്ദം നീയേ, എന്നാശ്വാസം നീയേ, എന്നാത്മദാഹം നീയല്ലോ. യേശുവേ രക്ഷകാ, നീ എൻ സർവസ്വവും നാഥാ. യേശുവേ രക്ഷകാ, നീ എൻ സർവസ്വവും നാഥാ. ഈശോയേ, എൻ്റെ രക്ഷക, നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിന് മുമ്പാകെ പ്രാർത്ഥനയോടെ എൻ്റെ മക്കൾ നിൽക്കുന്നു. ഈശോ, കാരുണ്യ വഴിയുടെ 38-ാം നാൾ ആരാധനയോടെ ആയിരിക്കുന്ന നിന്റെ ജനത്തിൻ്റെ മേൽ കരുണയാകണേ. ഈശോ, ഞങ്ങളിന്ന് കേട്ടത് നീ ഞങ്ങളോടായി സംസാരിക്കുന്ന 2 വാക്കുകൾ. ഒന്നാമത്തത് കരയരുത്, രണ്ടാമത്തത് ഭയപ്പെടേണ്ട. കർത്താവേ, കരയുമ്പോൾ കാഴ്ച മറയുമെന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. കണ്ണു നിറഞ്ഞിരിക്കുമ്പോൾ കൺമുമ്പിലുള്ളത് കാണാൻ കഴിയാത്ത വിധം കാഴ്ച മറഞ്ഞു പോകുമെന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. ഈശോയെ, കൺമുമ്പിൽ ഉയർത്തെഴുന്നേറ്റവൻ നിൽപ്പുണ്ടെന്ന് കാണുവാൻ, മരണത്തെയും ലോകത്തെയും പാപത്തെയും പരാജയപ്പെടുത്തിയ എൻ്റെ കർത്താവേ, നീ കൺമുമ്പിൽ നിൽക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വിധം
ഞങ്ങളുടെ കാഴ്ച തെളിയട്ടെ. നായിനിലെ വിധവയോട് നീ പറഞ്ഞില്ലേ ഈശോയെ, കരയരുത്, കാരണം ഒന്നും അവസാനിച്ചിട്ടില്ല. ഈശോ, ഞങ്ങളും അതേ നിരാശ ബാധിച്ചു പോകുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞു എന്ന ഭാവത്തോടെ ചിലപ്പോഴൊക്കെ ജീവിക്കുന്നവരാണ് ഞങ്ങൾ. ഇനി പ്രതീക്ഷിക്കാൻ വകയൊന്നും ബാക്കിയില്ലെന്ന്, ഇനിയൊരു കച്ചിത്തുരുമ്പ് പോലും ശേഷിക്കുന്നില്ലെന്ന്. ഈശോയെ, പ്രതീക്ഷിക്കാൻ വകയൊന്നും ബാക്കിയില്ലാത്തപ്പോഴും, മുന്നോട്ട് നടക്കാൻ ബലമില്ലെന്ന് ഞങ്ങൾക്ക് തോന്നുമ്പോഴും നിന്റെ വാക്ക് ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങട്ടെ. കരയരുത്, ഒന്നും അവസാനിച്ചിട്ടില്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. കരം കരുത്തുറ്റവൻ, നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ ശക്തിയുള്ള നിന്റെ ദൈവം നിന്റെ ചാരത്തുണ്ട്. ഒന്നും അവസാനിച്ചിട്ടില്ല. സാധ്യതകളുടെ വഴി നിന്റെ മുമ്പിൽ തെളിയുന്നത് നീ കാണും. ഉയർപ്പിന് ശേഷം മഗ്ദലന മറിയത്തോട് നീ പറഞ്ഞു, എന്തിനാണ് നീ കരയുന്നത്? കരയാതിരിക്ക്. അപ്പോൾ നീ അങ്ങനെ പറഞ്ഞത്, മറിയം, എല്ലാം കഴിഞ്ഞു, ആ സങ്കടത്തിൻ്റെ ഏട് കഴിഞ്ഞു മറിയം, ഇനി സങ്കടപ്പെടാതിരിക്കുക. ഈശോയെ, ഞങ്ങൾക്കും ചില സങ്കടങ്ങളൊക്കെ കഴിഞ്ഞെന്നറിയാം, എന്നിട്ടും അതിൻ്റെ സങ്കടത്തെ, അതിൻ്റെ നോവിനെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഈശോയെ, മഗ്ദലന മറിയത്തോട് നീ പറഞ്ഞതുപോലെ കരയാതിരിക്കാനുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് കിട്ടട്ടെ. ഈശോ, ഭയമേറെയാണ്, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഭയമുണ്ട് ഈശോയെ. അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ഭയത്തോടെ ജീവിക്കുകയാണ്. ദാ ഇപ്പോഴും നാളത്തെ ദിവസം ഞങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ പൂർത്തിയാക്കേണ്ടവ, ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടവ ഞങ്ങളെ ഭയപ്പെടുത്തുകയാണ്. കർത്താവേ, നിന്റെ വാക്ക് അൽത്തിറ, ഭയപ്പെടാതിരിക്കുക. ഡോണ്ട് ഫിയർ, ഡോണ്ട് ബി അഫ്രൈഡ്. ഈശോ, നിന്റെ കൺട്രോളിലാണ് എല്ലാമെന്ന്. യു ആർ ഇൻ കൺട്രോൾ. ആ തിരിച്ചറിവ് ഞങ്ങൾക്ക് ലഭിക്കട്ടെ. ആ തിരിച്ചറിവ് കരയാതിരിക്കാനും ഭയപ്പെടാതിരിക്കാനും ഉള്ള ശക്തിയായി ഞങ്ങൾക്ക് മാറും. ഈശോയെ, ഇന്ന് ഈ ആരാധനയിൽ ഒരുപാട് കണ്ണീരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരുടെയും സങ്കടങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയാക്കുന്നു. ഈ കാരുണ്യ വഴി ആരാധനയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരും ചേർന്ന് മിഴി നിറഞ്ഞ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരുടെ നൊമ്പരങ്ങളെ അവർക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിച്ച് നിന്റെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഈശോയെ, വലിയ ആശ്വാസത്തിന് അനുഭവം കൊടുക്കണേ. നിന്റെ ഇടപെടൽ അനുഭവിക്കുവാൻ ഇടവരുത്തണമേ. ഈശോ, ഭയങ്ങളിലായിരിക്കുന്നവരുടെ ഭയങ്ങളെ എടുത്തു മാറ്റണേ. ദൈവജനമേ, കർത്താവിൻ്റെ മുമ്പാകെ നമ്മുടെ സങ്കടങ്ങളെയും ഭയങ്ങളെയും ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം. സങ്കടങ്ങളെയും ഭയങ്ങളെയും ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ കരുണ ചൊരിയണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരയാതിരിക്കാൻ കരുത്തേകുനാഥ, കരതാരിൽ ചേർക്കണേ നാഥ. കരയാതിരിക്കാൻ കരുത്തേകുനാഥ, കരതാരിൽ ചേർക്കണേ നാഥ. കരയാതിരിക്കാൻ കരുത്തേകുനാഥ, കരതാരിൽ ചേർക്കണേ നാഥ. ദൈവജനമേ, ഉയർത്തെഴുന്നേറ്റവന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹമാണ്. കരയരുത്, ഇനി നമ്മൾ കരയരുത്. ബിക്കോസ് വി ആർ ഈസ്റ്റർ പീപ്പിൾ. ഉയർത്തെഴുന്നേറ്റവൻ്റെ സമൂഹമാണ് നമ്മൾ. ഇനി കരയരുത്. കർത്താവേ, ഞങ്ങൾ തിരിച്ചറിയുന്നു, ഉദ്ധിതൻ്റെ ജനമാണ് ഞങ്ങൾ. കരയാതിരിക്കാൻ കരുത്തേകുനാഥ, കർത്താവിൻ്റെ മുമ്പിൽ കൃപ ചോദിക്കാം. കർത്താവേ, ഞങ്ങൾക്കറിയാം ഉയർത്തെഴുന്നേറ്റവൻ്റെ നിന്റെ സമൂഹമാണ് ഞങ്ങളെന്ന്. എങ്കിലും ബലഹീനത കൊണ്ട് വീണ്ടും കണ്ണു നിറഞ്ഞു പോവുകയാണ്. അപ്പാ, കരയാതിരിക്കാൻ കരുത്തേകുനാഥ.
കരയാതിരിക്കാൻ കരുത്തേകുനാഥ, കരതാരിൽ ചേർക്കണേ നാഥ. കരയാതിരിക്കാൻ കരുത്തേകുനാഥ, കരതാരിൽ ചേർക്കണേ നാഥ. കരയാതിരിക്കാൻ കരുത്തേകുനാഥ, കരതാരിൽ ചേർക്കണേ നാഥ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു.
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ.
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം
ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി
പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നമ്മുടെ നിരവധിയായ സങ്കടങ്ങളെയും ഭയങ്ങളെയും കർത്താവിൻ്റെ കാൽച്ചുവട്ടിൽ സമർപ്പിച്ച് അവൻ്റെ ആശീർവാദം സ്വീകരിക്കാനായി നമുക്കൊരുങ്ങാം. ഈ ആശീർവാദം നമുക്കുള്ള സാന്ത്വനമായും നമുക്കുള്ള ധൈര്യമായും മാറട്ടെ. കരയാതിരിക്കാൻ ആശ്വാസമായി, ഭയങ്ങളിൽ ധൈര്യമായി ഈ ആശീർവാദം മാറാൻ കൊതിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കരയാതിരിക്കാൻ കരുത്തേകുനാഥ, കരതാരിൽ ചേർക്കണേ നാഥ. 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 യേശുവേ രക്ഷകാ, നീ എൻ സർവസ്വവും നാഥാ. യേശുവേ രക്ഷകാ, നീ എൻ സർവസ്വവും നാഥാ. എന്നാശ്രയം നീ, എന്നാലംബം നീ, എന്നഭയവും